ലോകത്തിലെ ആദ്യത്തെ CNG World's first CNG motorcycle. motorcycles. The world's first ever mass market CNG bike. Yep, we are gonna witness the world first CNG motorcycle by Bajaj. ബജാജ് ഫ്രീഡം. അതാ പേര്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഫസ്റ്റ് CNG ബൈക്കാണ്. കാരണം CNG കാറുകൾ ഓൾറെഡി ഉണ്ട്, ബട്ട് ഒരു ബൈക്ക് അതേപോലെ തന്നെ ഒരു CNGയിൽ റൺ ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത് വേൾഡിൽ വേറെ എങ്ങുമില്ല. അത് നമ്മുടെ ഇന്ത്യയിലാണ്. അത് ഒരു ഇന്ത്യൻ മാനുഫാക്ചർ എന്നുള്ള നിലയ്ക്ക് ബജാജ് ആണ് അത് ആദ്യമായിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഡബിൾ ട്രീ ഹിൽട്ടൺ എന്ന് പറയുന്നൊരു ലൊക്കേഷൻ. ചുമ്മാ കിടന്ന് ചുമക്കുന്ന അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്നത് പൂനെയിലാണ്. Welcome to our new home tour. Laundry bag. നല്ല compact ആണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 10:45 11:30 അവിടെ റിപ്പോർട്ടിംഗ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്റ്റേയുടെ അടുത്തുനിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അവയാണ് ബജാജിൻ്റെ HQ. അപ്പോൾ 1 മണിക്കാണ് ആക്ച്വൽ ഫംഗ്ഷൻ, നമ്മുടെ നിതിൻ ഗഡ്കരിയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ ചെന്ന് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് സെറ്റിൽ ഡൗൺ ആവണം. അപ്പോൾ രാവിലെ എണീച്ച് ഫ്രഷപ്പൊക്കെ ആയി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ക്യാമറ എക്യുപ്മെൻറ്റ്സ് എല്ലാം പാക്ക് ചെയ്യണം, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങണം. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. യൂഷ്വലി നമ്മുടെ മീഡിയ എല്ലാ പ്രോഗ്രാമിനും കമ്പനീസ് ഇതുപോലുള്ള നൈസ് റൂംസ് ആയിരിക്കും നമുക്ക്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക്. അതെ, 5 സ്റ്റാർ എങ്കിലും അവർ തന്നിരിക്കും. അവിടെ നമുക്ക് എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. നല്ല കിടിലൻ ഒരു സെറ്റപ്പ് ഇതുകൊണ്ടോ ഗൈസ്. ഇത് കഴിക്കണേൽ ഇത് ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ബാർ ഉണ്ട്, നാച്ചോസ് ഉണ്ട്, പിന്നെ പ്രോട്ടീൻ ബാറിന്റെ തന്നെ ഒരു മിനി ബാർ ഉണ്ട്. ഇന്ന് ഞങ്ങള് എല്ലാം എക്സ്ട്രാ പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ 120 രൂപയുടെ ബിയറിന് നമ്മളിവിടെ 200 രൂപ കൊടുക്കേണ്ടി വരും. കിങ്ഫിഷർ, വൈന്, പിന്നെ 3 സോഡ ആൽക്കലൈൻ വാട്ടർ, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, ഫെററോ റോഷർ കേട്ടോ. അതുപോലെ നമുക്കിവിടെ എനർജി ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, ഇത് മറ്റേ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഇങ്ങനെ തിന്നുന്ന ചോക്ലേറ്റ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. 1/2 ലിറ്ററിന്റെ ഒരു ഗ്ലാസ്സാണ്. 1/2 ലിറ്റർ ആയിരിക്കും ഒരു ഗ്ലാസ്. താഴോട്ട് പോണേ താഴോട്ട് നിൽക്കണം, അല്ല ലിഫ്റ്റ് മേളിലോട്ട് വരാൻ വേണ്ടി മേളിലോട്ട് നിൽക്കല്. പുതിയ അറിവ്. മിക്ക ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. നീ അങ്ങനെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന 9ാമത്തെ നിലയാ കൈസ് നമ്മുടെ. ഇതുണ്ടോ കീ കാർഡ് സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് വെറുതെ ഒന്നും ആർക്കും കയറി ലിഫ്റ്റിൽ മേളിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അത് ഈ കാർഡ് ആക്സസ് ചെയ്യണം, എന്നാലേ ഉള്ളൂ. 10,000 രൂപയുടെ റൂം. ആരാന്നറിയാമോ? നമ്മുടെ ക്യാബ് വന്നു ഗൈസ്. ഇപ്പോൾ സതീഷ് പറഞ്ഞു തന്നെ. പൂനെയിൽ ഇപ്പോൾ രാവിലെ ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഇതാണ് ഉത്സ എന്ന് പറയുന്ന സ്ഥലം. അതായത് ബജാജിന്റെ R&D ബിൽഡിങ്ങും HQ ഹെഡ് ക്വാർട്ടേഴ്സ് ആണിത്. അപ്പോൾ ഇതിലെ അവരുടെ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഉച്ച വെച്ചിട്ടാണ്. കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയിട്ടില്ല. റേഷൻ കടയിൽ പോയി ചോദിക്കും, അവിടെ നിന്ന് വരും. കാർഡുമായിട്ട് എന്താണ് ഒരു ബുക്കും പേനയും ഒരു കോപ്പിയും ഉണ്ട്. കോപ്പിയുണ്ട്. കോപ്പി കിട്ടിയില്ലയോ? കോപ്പിയുണ്ട്, പേനയുണ്ട്, ബുക്കുണ്ട്. അത്രയൊരു റെസ്പോൺസ് ഇല്ല, അത് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. പെട്രോളിന്റെ അത്രയുള്ള റെസ്പോൺസ് CNGക്ക് അത് ഫീൽ ചെയ്യത്തില്ല. അതായത് ആ ഒരു ഷാർപ്പ്, അത് ക്രിസ്പിനെസ് ഫീൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ബ്രോ ഇനി എന്തോ പരിപാടി? ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം. ആണോ? അപ്പൊ വീട്ടിൽ പോകുന്നില്ലേ? വീട്ടിൽ പോകുന്നില്ലേ ഇന്ന്? ഇല്ല, കുറച്ചാളെ പൂനെയില. ഇത് വ്ളോഗ് അല്ലയോ? വ്ളോഗിനകത്ത് വണ്ടി കാണിക്കുന്നുണ്ടോ? ഓക്രോണിനകത്ത് എന്തോ കാണിക്കുന്നു? ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഹലോ ഹലോ പറഞ്ഞു രാവിലെ ഹലോ
हाँ भैया हमको जहाँ पे छोड़ा था ना वहाँ पे आ जाओ। हाँ अभी आ जाओ, अभी पता नहीं क्या करना है बट आ जाओ, अभी लगेज वगैरह रखना है। खाना खाने के लिए जाना है। हाँ एक्चुअली हमको ना मिसल पाव ऐसा खाना खाने के लिए भी जाना था, तो आ जाओ 20 മിനിറ്റിൽ വരുമെന്ന്. വീട്ടിൽ പോയെന്നു അപ്പോൾ അവിടെ വല്ല പോയി നിൽക്കാം. അപ്ന ബജാജ്. മുഖം കാണാൻ പറ്റുമോ? ഓ കാണാം കാണാം, പക്ഷെ നല്ല പാടായിരിക്കും. മിസൽ പാവ് കഴിക്കാൻ ഉള്ളി എടുക്കുക, ഗ്രേവി, നല്ല ടേസ്റ്റ് ഉണ്ട്.